അപ്പോൾ നമ്മൾ ഈ പി ജി ഒക്കെ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സംഭവമാണ് മലയാളി പി ജി. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് പഠിക്കാൻ വരുന്ന പോലെ ആയാലും അതുപോലെ തന്നെ ജോബിന് വരുന്ന പോലെ ആയാലൊക്കെ ഫസ്റ്റ് നോക്കുക കേരള പി ജി എവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മടിവാള ഭാഗത്ത് അതുപോലെ തന്നെ കുറമംഗല ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബൊമ്മനഹള്ളിയിലാണ്. ബൊമ്മനഹള്ളിയിൽ നമ്മളൊരു ഫ്രണ്ട് ഒരു പി ജി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കേരള പി ജി കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ്. കാരണം അവർ ഇതിൻ്റെ താഴെ ഒരു റെസ്റ്റോറൻറ്റും കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പക്ക നല്ല അടിപൊളിയായിട്ടുള്ള കേരള ഫുഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാനൊക്കെ പി ജിയിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ ഒന്നൊക്കെ ഇഡ്ഡലി, അല്ലാന്നുണ്ട് ദോശ, അല്ലാന്നുണ്ട് ഉപ്പുമാവ്, ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാമ്പാർ ചോറും, അതും നമ്മൾ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും അവരുടെ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുക, അല്ലാന്നുണ്ട് അന്ന സാമ്പാർ, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ലൈക്ക് ഇപ്പോൾ ഇവിടെ ഇഡ്ഡലി ഉണ്ടാവും, നൂൽപുട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ പുട്ടും കടലൊക്കെ വേറെ ഏതെങ്കിലും പി ജിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊരു ഫുഡ് എന്ന് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ പുട്ടും കടലാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി മതി എന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ പറ്റും. എല്ലാം ഇവിടെ പ്രൊവൈഡാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല കേരള മീൽസ്, മീൻകറിയും അതുപോലെ തന്നെ സാമ്പാറും പപ്പടും എല്ലാം കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി കേരള മീൽസാണ് ഇവിടെ ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ ഇതിങ്ങനെ നോക്കി നടക്കുന്ന കുറേ പേരുണ്ട്. അതാണ് ഞാൻ ഫുഡ് എടുത്ത് പറയുന്നത്. ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട, ചോറ് വേണേൽ ചോറ്, ചപ്പാത്തി വേണേൽ ചപ്പാത്തി, എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന ഫുഡ് എന്നുള്ളൊരു ഫിക്സ്ഡ് ഫുഡൊന്നുമില്ല. പല പി ജിയിലും വരുന്ന പ്രശ്നം അതാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷന് അതുപോലെ തന്നെ ഈ ഓണർ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൊമ്മനഹള്ളി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പി ജി വരുന്നത്. നമുക്ക് HSRൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് ബെറ്റർ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിച്ചോളൂ. പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓവർ റേറ്റ് ആണെന്ന്. ഒന്നുമില്ല, വെറും 7500 രൂപ മന്ത്ലി റെൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ.